മെട്രോയിലെ സീറ്റിൽ ബോധം കെട്ട് കിടന്ന പെണ്ണിനെ കണ്ട കള്ളൻ പതിയെ ആ പെണ്ണിന്റെ അടുത്തേക്ക് പോയി. ആ ട്രെയിനിലുള്ള മറ്റൊരാളാണെങ്കിൽ ഉറക്കത്തിലും. അയാൾ അവളെ സഹായിക്കും പോലെ അഭിനയിച്ച് അവളുടെ മാല ഊരി മാറ്റിയെടുത്തു. പക്ഷെ മറുവശത്തായിരിക്കുന്നയാൾ പോലീസാണെന്ന കാര്യം അവൻ അറിഞ്ഞിരുന്നില്ല. അവനൊരു കത്തിയെടുത്ത് അവളുടെ പേഴ്സ് തുറക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ആ പെണ്ണെണീറ്റ് അവൻ ഒരടിക്ക് താഴെയിട്ടു. അവളും ഒരു പോലീസായിരുന്നു. അവനെ അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുമ്പോഴേക്കും മറ്റേയാൾ അവളെ തടഞ്ഞു. ഇവനും കള്ളന്റെ സഹായിയാണെന്ന് വിചാരിച്ച് അവൾ അവനെ കെട്ടിയിട്ടു. ആ തക്കം നോക്കി കള്ളൻ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു. അവളും പിന്നാലെ ഓടി. അവന്റെ ഷൂ ആണെങ്കിൽ സ്കേറ്റിംഗ് പോലുള്ളതായിരുന്നു. അവൾക്ക് എത്ര ഓടിയിട്ടും എത്താൻ കഴിഞ്ഞില്ല. പക്ഷെ അവൾക്ക് ആ സബ്വേയുടെ മുഴുവനും ബ്ലൂ പ്രിന്റ് ഓർത്തെടുക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു. അവൻ ഏത് വഴി പുറത്തിറങ്ങുമെന്നത് അവൾക്ക് അറിയാമായിരുന്നു. അവൾ ഷൂസ് കയ്യിൽ പിടിച്ച് ഷോർട്ട് കട്ടിലൂടെ ഓടി അവന്റെ മുന്നിലായി പോയി നിന്നു. അവൻ വീണ്ടും തിരിഞ്ഞോടി. പക്ഷെ അവൾ മുന്നിലായി വന്നു. ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. കള്ളൻ ഈ കളി മടുത്തു. അവൻ മുകളിലേക്ക് നോക്കിയപ്പോഴേക്കും